ഹലോ കൂട്ടുകാരി, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ടിപ്സ് ആൻഡ് ഹാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ട്രൈ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് ടിപ്സായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഉറക്കത്തെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളും അതിനുള്ള സൊല്യൂഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഫോൺ. ഈ ഒരു ജനറേഷനിൽ എനിക്ക് തോന്നുന്നു ഉറക്കക്കുറവിൻ്റെ ഒരു ഏറ്റവും മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ തന്നെയാണ്. ഞാനും അതെ, നമ്മളിപ്പോൾ നമ്മുടെ എല്ലാ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഫ്രീ ആയിട്ട് വന്നിരിക്കുമ്പോഴാണ് ഫോണിലിരുന്ന് ഓരോ വീഡിയോസ് കാണാനും ഒക്കെ ഇരിക്കുന്നത്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ നേരം പോകുന്നതേ നമുക്കറിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിൽ ബ്ലൂ ലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് ഭയങ്കര ഒരു എഫക്റ്റ് ചെയ്യും. നമുക്ക് ഉറക്കക്കുറവ് ഫീൽ ചെയ്യും. കാരണം നമുക്ക് ഒട്ടും ഉറക്കം വരില്ല ആ ലൈറ്റ് ഇങ്ങനെ കണ്ണിലോട്ട് അടിക്കുമ്പോൾ. രണ്ടാമത്തത് ആ ഫോൺ കാണുന്നതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ടും. അപ്പോൾ പരമാവധി നമ്മുടെ ഫോണ് നമ്മളൊരു അരമണിക്കൂർ മുമ്പെങ്കിലും ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് കാം ആൻഡ് റിലാക്സ് ആയിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. കാരണം ആഫ്റ്റർ ഓൾ നമ്മുടെ ബോഡിയാണ്, നമ്മുടെ ഹെൽത്താണ് നമുക്ക് ഏറ്റവും വലുത് അല്ലേ. ഉറക്കമാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് മാക്സിമം റെസ്റ്റ് കൊടുക്കുക. ഏതൊരു കാര്യം യൂസ് ചെയ്യുമ്പോഴും അതിനൊരു മിനിമം കൺട്രോൾ നമ്മൾ കൊടുക്കുക. ആ ഒരു ഫോൺ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന നിലയ്ക്ക് എത്തരുത്. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വൈകുന്നേരം ഉറങ്ങുന്നതിനും തൊട്ട് മുൻപല്ല നമ്മുടെ ഈ ഒരു ഉറക്കത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വരുന്ന എഫക്റ്റ്. നമ്മളൊരു 6 മണിക്ക് ശേഷം, വൈകിട്ട് 6 മണിക്ക് ശേഷം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഉറക്കത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബെഡ് ടൈമിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ 6 മണി മുതൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മൈൻഡും ബോഡിയും കാമാക്കി നമ്മളെ മാക്സിമം നമ്മുടെ ബോഡിക്ക് റിലാക്സ് വന്നാണ് നമ്മൾ വന്ന് ബെഡിൽ കിടക്കുമ്പോൾ നമുക്ക് ഉറങ്ങാനുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം നമ്മുടെ ബോഡീനെ കാമാക്കുന്ന കാര്യങ്ങൾ പറ്റാവുന്നതും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, വൈകുന്നേരത്തെ ഭക്ഷണം പറ്റാവുന്നതും ലൈറ്റായിട്ട് തന്നെ കഴിക്കുക. അതും ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുൻപെങ്കിലും കഴിക്കുക. ഇതെൻ്റെ ലൈഫിൽ എനിക്ക് വന്നൊരു പ്രോബ്ലത്തിൽ നിന്നാണ് ഈ ഒരു കാര്യം നിർബന്ധമായിട്ടും ശീലമാക്കണമെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്കൊരു ടൈമിൽ വന്നപ്പോൾ ഭയങ്കര ഒരു അസിഡിറ്റിയുടെ പ്രോബ്ലവും അതോടൊപ്പം തന്നെ ഭയങ്കര ചുമയും വന്നു. എന്താണ് റീസൺ എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ സാധാരണ ഫുഡ് കഴിച്ചിരുന്നത് 9 മണിക്ക് ശേഷമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും അതൊരു പ്രോബ്ലം തോന്നിയിരുന്നില്ല. പിന്നീടാണ് ഈ ചുമയും ഗ്യാസ് ട്രബിൾ വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു ഇഷ്യൂ ആണെന്ന്. അങ്ങനെ ആയുർവേദിക് മെഡിസിൻസ് കഴിച്ചിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി ക്യൂറായി. അതിനുശേഷം എടുത്തൊരു ഡിസിഷനാണ് 8 മണിക്ക് ഭക്ഷണം കഴിക്കുക, മാക്സിമം 2 മണിക്കൂർ മുൻപെങ്കിലും, ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പ് ഫുഡ് കഴിക്കുക. അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഉറങ്ങാനായിട്ട് പറ്റും. ഈ അസിഡിറ്റി പ്രോബ്ലമോ കാര്യങ്ങളൊന്നുമില്ല. അതും നല്ല ലൈറ്റ് ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഇത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്, എനിക്കിഷ്ടമാണ്. നമ്മുടെ ബെഡ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പേസാണ്. മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ബെഡിൽ വന്നിരുന്ന് ക്രാഫ്റ്റ് ചെയ്യുക, വർക്ക് ചെയ്യുക എന്നിങ്ങനെയുള്ളത് ഒരിക്കലും അതൊരു നല്ല കാര്യമല്ല. കാരണം നമ്മൾ ഉറങ്ങുന്ന സ്പേസ് ഉറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം നമ്മളവിടെ മാക്സിമം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. അപ്പം നമുക്കവിടെ കിടക്കാനായിട്ട് നല്ലൊരു വൈബ് കിട്ടും അല്ലേ. അടുത്തതായിട്ട് നമ്മൾ പില്ലോസ് ഉപയോഗിക്കുന്നത്, നമ്മൾ ചിലപ്പോൾ ഞാനൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഭംഗിക്കൊക്കെ 2-3 പില്ലോ ഒക്കെ അങ്ങനെ വെക്കും, കുഷനൊക്കെ വെക്കും. പലപ്പോഴും ബെഡ്മോ ഒന്ന് കിടന്നിട്ട് ഇങ്ങനെ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ 2 പില്ലോ ഒക്കെ വെച്ചിട്ട് കിടക്കും. കുറേ കഴിയുമ്പോഴേക്കും കഴുത്ത് നല്ല വേദനയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പില്ലോസ് വെക്കുമ്പോൾ എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു പില്ലോ വെച്ചിട്ട് തന്നെ കിടക്കുക. കാരണം നമ്മൾ ചിലപ്പോൾ ഈ 2 പില്ലോ വെച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോവും. രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ കഴുത്ത് നല്ല വേദനയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു പോസ്ചറിൽ കിടന്നിട്ടില്ലെങ്കിൽ അത് പിന്നീട് ബാക്ക് പെയിൻ ആയാലും വേദനയായാലും ഒക്കെ വരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മുടെ കൂടെ ചിലപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ 2 പേര് കിടക്കുന്നുണ്ടാവും, ഹസ്ബൻഡും വൈഫും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബ്ലാങ്കറ്റ് വെക്കും അല്ലെങ്കിൽ ഒരു പുതപ്പ് വയ്ക്കും. എന്നിട്ട് 2 പേരും കൂടി അത് ഷെയർ ചെയ്യും. കുറേ കഴിയുമ്പോഴേക്കും ഒരാളുടെ പുതപ്പ് വലിക്കും. ആകെ മൊത്തത്തിൽ ഒരാൾക്ക് ഉറക്കം വളരെ ഡിസ്റ്റർബൻസ് ആയി മാറും. കാരണം ആകെ ഒരു പുതപ്പുള്ളൂ, 2 പേരും കൂടി അതിന് വേണ്ടി തല്ലൂട്ടം അല്ലേ. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്, അവരവർക്ക് വേണ്ടി 2 പുതപ്പ് വെക്കുക. കുട്ടികളായാലും ഒക്കെ ചിലവർ ആ 2 പുതപ്പും എടുത്തുകൊണ്ട് പോകണവരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വരെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും 2 പുതപ്പ് വയ്ക്കുന്നതാണ് നല്ലത്. അടുത്തതായിട്ട് നമ്മൾ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒരുപാടൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉറക്കത്തിനെ അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. പലപ്പോഴും സ്പോർട്സും കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ ഉണ്ടാകുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഭയങ്കര മേലുവേദനയായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി അങ്ങനത്തെ, അതായത് ഒരു 6 മണിക്കൊക്കെ ശേഷം ഓവറായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആ പെയിനുകളൊക്കെ കുറയും. നമുക്ക് ഉറക്കം കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും.
മുൻപൊക്കെ എനിക്ക് ഈ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്ന ശീലം നന്നായിട്ടുണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ രാവിലെയും അതുപോലെ 4 മണിക്കും ചിലപ്പോൾ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ 6 മണിക്കൊക്കെ ഞാൻ കഴിക്കും. കാരണം വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു എനർജി കിട്ടുന്നൊരു ഫീലാണ്. പക്ഷേ അതൊരു നല്ല ഹാബിറ്റെല്ലാം തോന്നിയപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ ആകെ ഒരു നേരമേ ഒക്കെ ചായ കുടിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ഈവനിങ് സമയത്ത് ചായയും കാപ്പിയും ഒഴിവാക്കുക. അത് കുടിക്കുമ്പോൾ നമ്മുടെ എനർജി കൂട്ടാനാണല്ലോ ഇത് പെട്ടെന്ന് കുടിക്കുന്നത്. അത് നമ്മുടെ ഉറക്കത്തെയും കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 6 മണിക്ക് ശേഷം പരമാവധി ചായ കാപ്പി ഇങ്ങനത്തെ ഡ്രിങ്ക്സൊക്കെ നമ്മൾ നിർത്തുക. അടുത്തതായിട്ട് നമ്മുടെ ബോഡിക്ക് കൊടുക്കാൻ പറ്റുന്ന വേറൊരു കെയറിങ് ആണ് നന്നായി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഉറങ്ങാൻ കിടക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു 6 മണിക്ക് ശേഷം നമ്മൾ ക്ലാസ് വിട്ട് വന്നിട്ടായാലും വർക്ക് കഴിഞ്ഞ് വന്നിട്ടായാലും കുളിച്ച് ഫ്രഷായി ചെറിയൊരു സ്കിൻ കെയർ ഒക്കെ ഒന്ന് ചെയ്യുക. അതിനുശേഷം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് നൈറ്റ് ഡ്രസ്സുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ അത് നൈറ്റിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളാണ്. അപ്പോൾ നമുക്കത് ഏറ്റവും കംഫർട്ടബിളായ സോഫ്റ്റ് മെറ്റീരിയൽ ആയിരിക്കും ഡ്രസ്സിൻ്റെ. അപ്പോൾ നമ്മുടെ ഉറക്കത്തിന് അത് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നൈറ്റ് വെയർ നമ്മൾ വൈകുന്നേരം കിടക്കുന്നതിന് മുൻപ് ഉപയോഗിക്കുക. അല്ലാതെ അടുക്കളയിൽ പണികൾ ചെയ്യുമ്പോഴെല്ലാം ഇട്ട് നടക്കേണ്ടതല്ല നൈറ്റ് വെയർ. അപ്പോൾ യൂസ് ചെയ്യുക. നല്ല ക്ലീൻ ആയിട്ടുള്ള നൈറ്റ് വെയർ യൂസ് ചെയ്യുക. നല്ലൊരു ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന്, അതായത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മുടിയൊക്കെ മെടഞ്ഞിടുക എന്താ നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കെട്ടിയിട്ട് വൈകുന്നേരം കെടുക്കാൻ വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റാണ് നമ്മൾ ആ കൊടുക്കുന്ന കെയർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വൈകുന്നേരം കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ജേർണൽ എടുത്തിട്ട് നമ്മുടെ മൈൻഡിൽ വരുന്ന തോട്ട്സ്, നമ്മുടെ മൈൻഡിൽ വരുന്ന ചിന്തകൾ, അടുത്ത ദിവസം ഇന്നത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, കുറേ ചിന്തകൾ നമ്മൾ കിടക്കാൻ വരുന്ന നേരത്ത് വരും അല്ലേ. അതെല്ലാം തന്നെ നമ്മുടെ ബുക്കിലോട്ട് ഒന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അത് ഫുള്ളായിട്ട് നോട്ട് ഔട്ട് ചെയ്യുക. എന്തൊക്കെ നാളെ രാവിലെ ഇപ്പോൾ ഭക്ഷണം വെക്കണം, ഉച്ചയ്ക്ക് എന്തെങ്കിലും വെക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതുക. പലപ്പോഴും നമ്മുടെ മനസ്സിലെപ്പോഴും ഉള്ള ചിന്തയാണ് നാളെ ഇനി എന്താ ചെയ്യുക. അത് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര നെഗറ്റീവ് വൈബാണ്. പിന്നെ നമുക്ക് ഉറക്കം വരില്ല അല്ലേ. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഡയറി വെക്കുക, ഒരു ജേർണൽ വെക്കുക എന്നുള്ളതാണ്. ഉറക്കത്തെ ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ബുക്ക് വായിക്കുക എന്നുള്ളത്. പലപ്പോഴും എനിക്ക് ബുക്കൊക്കെ വായിച്ച് ഒരു പേജ് കഴിയുമ്പോഴേക്കും ഉറക്കം വന്നു തുടങ്ങും. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ഈ വായിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടിയൊക്കെ കുറേ നേരം വായിക്കും. പക്ഷെ ഇപ്പോൾ ആ ഒരു പഴയ ക്ഷമ കിട്ടുന്നില്ല. അപ്പോൾ ഉറക്കം വരണം എന്ന് തോന്നുമ്പോൾ ഞാൻ ഒരു ബുക്ക് എടുത്ത് വായിക്കും. ബുക്ക് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരമാവധി സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ബുക്സൊക്കെ എടുക്കുക. വലിയ ഡിറ്റക്റ്റീവ് ഹൊറർ കഥകളൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുകയാണ് ചെയ്യുക. നമുക്ക് ഇൻട്രസ്റ്റ് കൂടും വായിക്കുന്നതിൽ അല്ലേ. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ബുക്സ് വായിക്കുന്നത് നമ്മുടെ ഉറക്കത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു ക്ലീനിങ് റുട്ടീൻ നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വൈകുന്നേരം നമ്മൾ ഉറങ്ങാൻ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്ത അടുത്ത ദിവസം അടുക്കളയിൽ ചെന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ അടുക്കള വളരെ വൃത്തികേടായിട്ടാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്പേസ് വൃത്തിയില്ലാതെയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് ഒട്ടും പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മൈൻഡിനെ വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വൈകുന്നേരം തന്നെ നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് അറ്റ്ലീസ്റ്റ് പാത്രങ്ങളെങ്കിലും കഴുകി വെച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് ലൈറ്റായിട്ടുള്ള മ്യൂസിക്കുകൾ, നല്ല നല്ല പാട്ടുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കഥകളൊക്കെ കേൾക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ കുറേ വീഡിയോസ് വെറുതെ റാൻഡം ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ട് സ്ക്രോൾ ചെയ്യുന്നതിൽ നല്ലത് ആ വൈകുന്നേരത്തെ നമ്മുടെ ഉറക്കത്തിന് മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്ന എന്തെങ്കിലും പാട്ടുകളോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ കേൾക്കുന്നത് ആണ് കുറച്ചും കൂടി ബെറ്റർ. വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈവനിങ്ങിൽ ആവുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കുക. നമ്മൾ വെള്ളം കുടിക്കേണ്ടതെന്നല്ല കേട്ടോ, നമ്മൾ പകൽ സമയങ്ങളിൽ കൂടുതൽ വെള്ളം കുടിക്കുക. വൈകുന്നേരങ്ങളാവുമ്പോൾ അതിൻ്റെ ഇൻടേക്ക് ഒന്ന് കുറച്ച് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അടുത്തതായിട്ട് നമ്മുടെ ഫാമിലിയിൽ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് ഒരു നല്ല സ്ലീപ്പിംഗ് റുട്ടീൻ നമ്മൾ ചെറുപ്പം മുതലേ ഉണ്ടാക്കിയെടുക്കണം. കൃത്യ ടൈമിൽ ഉറങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരും. കാരണം അവർ പ്രോപ്പറായിട്ട് കിടന്ന് ഉറങ്ങിയാലാണ് നമുക്കും ഉറങ്ങാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എൻ്റെ മക്കളും ആദ്യമൊന്നും ഒട്ടും ടൈമിന് ഉറങ്ങില്ല. അവർ പല സമയത്തൊക്കെയാണ് അവരിങ്ങനെ കളിച്ച് ചിരിച്ച് ടി വിയും കണ്ട് അങ്ങനെയൊക്കെ നടക്കും. പക്ഷേ ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു റുട്ടീൻ വെച്ചിരിക്കുകയാണ്. കാരണം രാവിലെ നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ അപ്പോൾ ഉറങ്ങിയാലാണ്, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എനിക്കും ടൈമിന് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഇവർ പ്രോപ്പറായിട്ട് സമയത്ത് ഉറങ്ങാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും നമ്മളൊരു സ്ലീപ്പിംഗ് റുട്ടീൻ ഉണ്ടാക്കിയാലാണ് നമുക്ക് പ്രോപ്പറായിട്ട് ടൈമിന് ഉറങ്ങാൻ പറ്റുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചാർജ് ചെയ്ത് വെക്കുക. ഒരിക്കലും ഫോൺ ചാർജിൽ കുത്തി വെച്ചിട്ട് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ അത് കുത്തി വെച്ചിട്ട് ഉറങ്ങാനായിട്ടും പോകരുത്. എനിക്ക് പലപ്പോഴും പറ്റുന്നൊരു മിസ്റ്റേക്ക്, വൈകുന്നേരം ആകുമ്പോഴേക്കും ചാർജ് നന്നായി കുറയും. അപ്പോൾ ഞാൻ വിചാരിക്കും കുത്തി വെച്ചിട്ട് രാവിലെ ആകുമ്പോഴേക്കും ഫുൾ ചാർജ് ആവുമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയൊക്കെ മുൻപ് മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട്, കുത്തി വെച്ചിട്ട് യൂസ് ചെയ്യാന്നുള്ളതൊക്കെ. പക്ഷേ പല അപകടങ്ങളും വരുന്നത് ഈ ചാർജിങ് സമയത്താണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഒരിക്കലും നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് പോകരുത്. അത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്.
അടുത്തായിട്ട് ഉറങ്ങുന്നതിന് മുൻപ് ഒരു അലാറം തീർച്ചയായിട്ടും സെറ്റ് ചെയ്ത് വെക്കുക. ഒന്നെങ്കിൽ ഒരു ക്ലോക്കിൽ വെക്കുക, ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഫോണിൽ അലാറം വെക്കാം. അതിൽ ഒരുപാട് തവണ സ്നൂസ് ചെയ്ത് നിൽക്കാതെ അലാറം അടിച്ച വശം തന്നെ എഴുന്നേക്കാനായിട്ട് നമ്മളെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യുക. അത് ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ടായിട്ട് വേണ്ടത്. നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എന്തായാലും നേരത്തെ ഒരു അലാറം ഇല്ലാതെ തന്നെ എഴുന്നേക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും നമ്മൾ ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് രാവിലെ ഒട്ടും എഴുന്നേക്കാൻ പറ്റാത്തത്. അടുത്തതായിട്ട് വൈകുന്നേരം കെടുക്കാൻ വന്നു, നമ്മൾ ഉറങ്ങാനായിട്ട് വന്നു, പക്ഷേ നമുക്ക് ഉറക്കം വരുന്നില്ല. കാരണം ഒരുപാട് നെഗറ്റീവ് തോട്ട്സ്, പല ചിന്തകളൊക്കെ നമ്മൾ ഉറങ്ങാൻ സൈലൻ്റ് ആയിട്ട് കിടക്കുമ്പോഴാണ് നമുക്ക് വരാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ നെഗറ്റീവ് ചിന്തകൾ ഒരുപാട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേഗം എടുത്തിട്ട് ഫോൺ ചെക്ക് ചെയ്യൂല്ലേ, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് പിന്നെ നമ്മൾ ഉറക്കത്തെ കെടുത്തുന്ന കാര്യത്തിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ആ ചിന്തകൾ വരുമ്പോൾ മാക്സിമം ഞാൻ ചെയ്യാറുള്ളത് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചൊക്കെ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഉറക്കം വരാറുണ്ട്. അടുത്തതായിട്ട് നമ്മൾ വൈകുന്നേരം പ്രത്യേകിച്ച് സിനിമയോ അല്ലെങ്കിൽ ഫോണോ ഒക്കെ യൂസ് ചെയ്യുന്നവർ ഹൊറർ വീഡിയോസ് അല്ലെങ്കിൽ നെഗറ്റീവ് വൈബ് തരുന്ന വീഡിയോസൊക്കെ പരമാവധി കാണാതിരിക്കുക. കാരണം വൈകുന്നേരം കാണാതിരിക്കുക. അത് നമ്മുടെ ഉറക്കത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കും. സ്വപ്നങ്ങളിലൊക്കെ അങ്ങനത്തെ ഹൊററായിട്ടുള്ള സ്വപ്നങ്ങൾ കാണും. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഫുള്ളൊരു നെഗറ്റീവ് വൈബായിരിക്കും. നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് ആ സ്വപ്നം ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. പറ്റാവുന്ന അങ്ങനത്തെ ഹൊറർ മൂവീസ് കാണാതിരിക്കുക. ഏറ്റവും ലാസ്റ്റായിട്ട് ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ച് അന്നുണ്ടായ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ചിലപ്പോൾ ഒരു ബാഡ് ഡേ ആയിരുന്നിട്ടുണ്ടാവുമെന്ന്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ആവില്ല ഉണ്ടായിട്ടുണ്ടാവുക. എന്നിരുന്നാലും അന്നുണ്ടായ ചെറിയൊരു നല്ല കാര്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, ഇന്ന് എനിക്ക് ഈ ഒരു ദിനം തന്നതിന് ദൈവത്തോട് നന്ദി പറയുക. നെക്സ്റ്റ് ഡേ രാവിലെ സേഫായിട്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്ന് ഉറങ്ങാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ and take care.